കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി മൂർച്ഛിക്കുന്നു. പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകന് കോൺഗ്രസ് ഭരണസമിതിയുള്ള സ്ഥാപനത്തിൽ ജോലി കൊടുത്ത MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. MPയുടെ പാർട്ടി വിരുദ്ധ നിലപാടിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് പ്രവർത്തകരുടെ തീരുമാനം. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഇത് ഈ തമ്മിലടി വല്ലാതെ അങ്ങ് ഈ വിഷയത്തിൽ രൂക്ഷമായി നമ്മൾ കണ്ടതാണ്. പ്രതിഷേധവുമായി തെരുവിലേക്ക് വരെ ഇറങ്ങുന്നു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു സാഹചര്യം? വീണ, കണ്ണൂർ കോൺഗ്രസിൽ അടുത്ത കാലത്തൊന്നുമില്ലാത്തൊരു തമ്മിലടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം കണ്ണൂർ മാടായി കോളേജ് അത് കോൺഗ്രസിന്റെ ഭരണസമിതിയുള്ള കോളേജ്. അവിടെയാണ് CPM അനുഭാവിയായ ഒരു യുവാവിന്, അതായത് അയാൾ MK രാഘവൻ MPയുടെ അടുത്ത ബന്ധുവാണെന്നും പറയുന്നുണ്ട്. MK രാഘവൻ MPയുടെ അടുത്ത ബന്ധുവായ CPM അനുഭാവിയായ ഒരു ചെറുപ്പക്കാരന് ആ കോളേജിൽ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ തലവേദനയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിന്റെ ഇന്റർവ്യൂ നടക്കുന്ന ദിവസം MK രാഘവൻ MPയെ കോളേജ് കവാടത്തിന് മുന്നിൽ തടയുന്നൊരു സാഹചര്യമുണ്ടായി. അതും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് കോളേജിനുള്ളിലേക്ക് പോവുകയായിരുന്നു MK രാഘവൻ MP. അന്ന് MPയെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 4 കോൺഗ്രസ് പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇത് കൂടുതൽ നില വഷളാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതോടുകൂടി കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഒന്നാകെ ഇതിനെതിരെ രംഗത്ത് വരികയും MK രാഘവൻ ചെയ്ത നടപടി ഒറ്റുകാരൻ്റെതാണ് എന്ന് വിമർശനവുമായി രംഗത്ത് വരികയുമായിരുന്നു. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഡിവൈഎഫ്ഐക്കാർ കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച സ്ഥലമാണ് ഈ പഴയങ്ങാടി. അതേ സ്ഥലത്താണ് ഇത്തരത്തിൽ CPM അനുഭാവിയായ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഒരു യുവാവിന് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ നിയമനം നൽകിയത്. ആ നിയമനം തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ വലിയ വിഷയം. മാത്രമല്ല, MK രാഘവൻ MPയുടെ നിലപാടിനെതിരെ കണ്ണൂർ DCCയും രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ MK രാഘവൻ MP എടുത്തൊരു നിലപാടാണ്. അതൊരിക്കലും അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് DCCക്കും ഉള്ളത്. നിലവിൽ ഈ MK രാഘവൻ MP ചെയർമാനായിട്ടുള്ള കോൺഗ്രസിന്റെ ഈ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ DCC കഴിഞ്ഞ ദിവസം ഒരു നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, MK രാഘവൻ MP ഉള്ളിടത്തോളം പിന്നെ CPM-കാർക്ക് പേടിക്കേണ്ട, CPM ഭരണത്തിലേക്കെടുത്തോളം കോൺഗ്രസിനെ പേടിക്കേണ്ട എന്നുള്ള അന്തർധാരയാണ് പുറത്തു പറഞ്ഞത്. പക്ഷെ ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയുടെ ഒരു സൂചനകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കരുണാകരനുമായി ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ ചേർന്ന് നിന്നവർ തഴയപ്പെടുന്നു എന്നുള്ള പരാതി തന്നോടും ചിലർ പറയുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പലർക്കും ചുമതല നൽകി, തനിക്ക് മാത്രം ഒരു ചുമതലയും നൽകിയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ചാണ്ടി ഉമ്മൻ മഹാരാഷ്ട്രയിലടക്കം സന്ദർശനത്തിലായിരുന്നു എന്നുള്ള വിമർശനങ്ങളും പരാതികളും ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് ആരെയും അങ്ങനെ തഴയേണ്ട കാര്യമില്ല, ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നില്ല, കൂടുതലൊന്നും പ്രതികരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല തഴക്കവും പഴക്കവും വന്നൊരു നേതാവ് എയ്യുന്ന ഒളിയമ്പുകൾ പോലെ തുരുതുരുതുരാ വരികയാണ് ചാണ്ടി ഉമ്മൻ്റെ കയ്യിൽ നിന്ന്. എന്തായാലും അത്തരത്തിലുള്ള ഈ വാർത്തയും ഇതിൻ്റെ വിശദാംശങ്ങളും ഒട്ടും വൈകാതെ നമ്മുടെ ടിൻറ്റു ദാസ് റിപ്പോർട്ട് ചെയ്യും. ഈ വാർത്തകളാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ അതൃപ്തി പരസ്യമാക്കുകയാണ്. അപ്പോൾ പൊട്ടിത്തെറിയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു അറ്റം മാത്രമാണ് കണ്ണൂരിൽ കണ്ടത്. തിരുവനന്തപുരത്തും പൊട്ടുന്നുണ്ട്.